കേരളത്തിൽ നിന്ന് കുവൈറ്റിലേക്ക് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റിൻ്റെ മറവിൽ വൻ തട്ടിപ്പ് നടക്കുന്നുവെന്ന വാർത്ത വരുന്നു. യുവതികളെ കൊണ്ടുപോകുന്നത് ലൈംഗിക വൃത്തിക്കെന്ന് ഇര 24-നോട്. കൊച്ചി, കോഴിക്കോട്, തൃശൂർ സ്വദേശികളായ മൂവർ സംഘമാണ് തട്ടിപ്പിന് പിന്നിൽ. എറണാകുളം കേന്ദ്രീകരിച്ചാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. മലപ്പുറം സ്വദേശിനിയ യുവതിയാണ് കുവൈറ്റിൽ ഇവർക്ക് സഹായം നൽകുന്നതെന്നും യുവതി തുറന്നു പറയുന്നു. വിസമ്മതിക്കുന്ന യുവതികൾ നേരിടുന്നത് കൊടിയ മർദ്ദനമെന്നും വെളിപ്പെടുത്തൽ. കുവൈത്തിൽ നഴ്സിംഗ് ജോലിക്കായി പോയി അവിടെ വെച്ച് തട്ടിപ്പിനിരയായ ഒരു യുവതി 24-നോട് പ്രതികരിക്കുകയാണ്. എന്താണ് ഉണ്ടായ സംഭവം? എന്നെ ഇവിടുന്ന് നേഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് വേറൊരു അറബിയുടെ അടുത്താ കൊടുത്ത് ആ അറബി എന്നെ എന്തൊക്കെയോ ഉപയോഗിക്കാൻ ഇതാക്കി. അപ്പോൾ സെക്സ് വർക്കിന് പ്രേരിപ്പിച്ചു. ആണ്. വേറെ പെൺകുട്ടികളും അവിടെ ഇതേപോലെ കുടുങ്ങി കിടക്കുന്നുണ്ടോ? ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് അറിയുന്നത് ഇപ്പോൾ ഈ 2-3 പേര് ഞാൻ അധികം ഇതായിട്ട് കോണ്ടാക്ട് എന്ന് പറയാൻ അങ്ങനെ കോണ്ടാക്റ്റും ഇല്ല, അന്ന് ജസ്റ്റ് സംസാരിച്ചു എന്നേ ഉള്ളൂ. അവരും പേടിച്ചിട്ട് തന്നെയാണ് ഉള്ളത്, ആരും പുറത്ത് ഒന്നും പറയുന്നില്ല. ആരൊക്കെയാണ് ഇതിന് പുറകിലുള്ളത്? ഇപ്പം ഷാജി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതില്ല, കണ്ടിട്ടില്ല, പരിചയം എന്ന് പറഞ്ഞാൽ ഈ ഷാജിയും ഷാഹുലും മാത്രമേ ഉള്ളൂ. വേറെ ഒരുത്തനും കൂടി ഉണ്ട്, റെജി എന്ന് പറഞ്ഞവനാ. അപ്പം ഈ റെജിയുടെ ഭാര്യ അവിടെ പിന്നെ നേഴ്സിംഗ് ആണ്. അവൾ ഇതിനൊക്കെ കൂട്ടാം. ഈ ഭർത്താവ് ഇതിന് എന്തായാലും എന്ത് സംഭവിച്ചത് ഒരു പെണ്ണെ കൂടി കടന്നാൽ പോലും അവൾക്ക് പ്രശ്നമല്ല. എൻ്റെ ഭർത്താവിനെ ഷാഹുൽ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞതെന്ന് വെച്ചാൽ കാസർഗോഡ് വന്നിട്ട് തട്ടാനുള്ള ആൾക്കാർ എൻ്റെ കയ്യിലുണ്ട്, നീ ഇതിന് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ഫോൺ വിളി മാത്രമേ വേണ്ടൂ, പിന്നെ നിൻ്റെ ഭർത്താവ് നാട് പുറംലോകം കാണൂല എന്നാ പറഞ്ഞത്. എൻ്റെ അവസ്ഥ എന്താണോ അതേപോലത്തെ അവസ്ഥയാണ്. അവർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കുന്നതല്ലാതെ വേറെ ഒന്നുമല്ല. കൊച്ചി എയർപോർട്ട് വഴിയാണ് ഈ ആളുകളെയൊക്കെ കൊണ്ടുപോകുന്നത്. അതെ, കൊച്ചി എയർപോർട്ട്. എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ അവൻ പറഞ്ഞ ഷാഹുൽ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് മാംഗ്ലൂർ, നമുക്ക് മാംഗ്ലൂരാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റൂല, പിന്നെ നീ കൊച്ചിയിൽ വന്നേ പറ്റൂ, പിന്നെ SLC ഫയലാണല്ലോ, അപ്പോൾ നീ എന്തായാലും കൊച്ചിയിൽ തന്നെ വരണം, മറ്റേ എന്തായാലും പറ്റൂല, അത് ഇനി നമുക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഈ മെഡിക്കലും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് ചെയ്യുന്നത്? അതിനടുത്ത് തന്നെയാണ്, ഈ എറണാകുളത്ത് തന്നെയാണ് ഈ മെഡിക്കലൊക്കെ ചെയ്തത്. കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് അരുൺ പാറയ്ക്കൽ. വളരെ നടുക്കുന്ന വിവരമാണല്ലോ ആ ലേഡി പറഞ്ഞത്, പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. ഈ കാസർഗോഡ് സ്വദേശിനിയായ ഒരു യുവതിയാണ് ഇപ്പോൾ 24-നോട് പ്രതികരിച്ചത്. കഴിഞ്ഞ മാർച്ച് 4-ാം തീയതിയാണ് അവർ കുവൈത്തിലേക്ക് പോകുന്നത്. ഈ കുവൈത്തിലേക്ക് പോകുന്ന ഈ ഒരു കൊണ്ടുപോകുന്ന ഏജൻസിയെ പരിചയപ്പെടുന്നത് ഫേസ്ബുക്ക് വഴിയാണ്. ഫേസ്ബുക്കിലൂടെ ഇവർ പരസ്യം നൽകിയിട്ടുണ്ട്, അതിലൊരു മൊബൈൽ നമ്പർ നൽകിയിട്ടുണ്ട്. ഈ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചപ്പോഴാണ് ഒരു നഴ്സിംഗ് ജോലി വേക്കൻസി ഉണ്ട്, അതിലേക്ക് താങ്കൾക്ക് അപേക്ഷിക്കാമെന്ന് പറഞ്ഞത്. ഈ യുവതികളോട് ആദ്യം ഈ ആളുകൾ പറയുന്നത്, അതായത് പ്രതികളായ ആളുകൾ പറയുന്നത് ഒരു ഫുൾ സൈസ് ഫോട്ടോ, ഈ പെൺകുട്ടികളുടെ ഫുൾ സൈസ് ഫോട്ടോ ആവശ്യപ്പെടുന്നു. അതിനുശേഷം സൗന്ദര്യമൊക്കെ മാനദണ്ഡമാണ് കുവൈത്തിൽ എത്തിക്കഴിഞ്ഞാൽ, അതുകൊണ്ട് സൗന്ദര്യമൊക്കെ നോക്കി മാത്രമേ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ എന്ന് പറയുന്നു. ഫുൾ ചെലവും ഞങ്ങൾ വഹിച്ചോളാമെന്നും ഈ ഏജൻസി യുവതികൾക്ക് വാഗ്ദാനം നൽകുന്നു. 30 വയസ്സിന് ശേഷമുള്ള യുവതികളെയാണ് പ്രധാനമായും റിക്രൂട്ട് ചെയ്യുന്നതെന്നാണ് ഇരയായ യുവതി നമ്മളോട് വെളിപ്പെടുത്തിയത്. ഈ യുവതികളെ എന്നിട്ട് കൊച്ചിയിൽ വെച്ച് അവരുടെ മെഡിക്കലൊക്കെ പൂർത്തിയായി കഴിഞ്ഞ് കൊച്ചി എയർപോർട്ട് വഴിയാണ് മുഴുവൻ ആളുകളെയും കുവൈത്തിലേക്ക് എത്തിക്കുന്നത്. കുവൈത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ പാസ്പോർട്ടും മറ്റു രേഖകളുമൊക്കെ വാങ്ങിവെക്കുന്നു. അവിടെ മലപ്പുറം സ്വദേശിയായ ഒരു യുവതിയുണ്ട്. ആ യുവതി ഇവരെ മുറിയിലിട്ട് പൂട്ടുന്നു. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് എന്ന് നമ്മളോട് പങ്കുവച്ചു. ഈ യുവതി മറ്റുള്ള ആളുകൾക്ക്, അതായത് അറബികളുടെ വീട്ടിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നു, അവിടെ വെച്ച് കച്ചവടം ഉറപ്പിക്കുന്നു. പിന്നീട് ലൈംഗിക വൃത്തിക്ക് ഈ ആളുകളെ പ്രേരിപ്പിക്കുന്ന, ഈ മലയാളികളായ യുവതികളെ ലൈംഗിക വൃത്തിക്ക് പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കുവൈത്തിൽ ഉണ്ടാവുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇതിന് വിസമ്മതിച്ച മറ്റൊരു യുവതിയെ, കോട്ടയം സ്വദേശിനിയായ മറ്റൊരു യുവതിയെ തിളച്ച വെള്ളത്തിൽ കൈമുക്കുകയും അവരോട് മോശമായി സംസാരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച യുവതി മാർച്ച് 4-ന് അവിടേക്ക് കുവൈത്തിലേക്ക് പോകുന്നു. തുടർന്ന് ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചുകൊണ്ട് തനിക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കില്ല എന്ന് അറിയിച്ചുകൊണ്ട് മാർച്ച് 7-ന് ഈ കൊണ്ടുപോയ തട്ടിപ്പ് സംഘം തന്നെ അവരെ തിരിച്ച് കേരളത്തിലേക്ക് കയറ്റിവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിരന്തരമായി ഈ യുവതിയെ പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്നു, ഭർത്താവിനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും ഭീതിയിലാണ് ഈ കുടുംബം എന്ന് വേണം പറയാൻ. മാത്രമല്ല, ഈ ആളുകൾ അവിടെ പോയി പെട്ട ആളുകൾ, അതായത് അവരുടെ പാസ്പോർട്ടും മറ്റു രേഖകളുമൊക്കെ ഈ തട്ടിപ്പ് സംഘം കൈക്കലാക്കിയിട്ടുണ്ട്. അങ്ങനെ വീടുമായി യാതൊരുവിധ ബന്ധവും ലഭിക്കാതെ നിരവധി യുവതികൾ, ഏകദേശം 10ഓളം യുവതികൾ ഇപ്പോൾ കുവൈത്തിൽ കഴിയുന്നുണ്ട്. അവരെ രക്ഷപ്പെടുത്തണം എന്ന ആവശ്യമായാണ് ഈ യുവതി നമ്മളെ സമീപിച്ചത്. എന്തായാലും ഗുരുതരമായ കാര്യമാണ്, ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഓക്കെ, താങ്ക് യു. നമുക്കിപ്പം ചേർന്നത്
അരുൺ പാറയ്ക്കലാണ്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. പാലക്കാട് വണ്ടിത്താവളത്തിൽ വീട്ടിൽ വെച്ച് മദ്യവിൽപ്പന നടത്തിയ സംഭവത്തിൽ ആ വീട്ടിലെ മദ്യവിൽപ്പനയ്ക്ക് പൂട്ട് വീണു എന്ന വാർത്ത വരുന്നു. 24 ബിഗ് ഇമ്പാക്ട്. മിന്നൽ പരിശോധന പോലീസും എക്സൈസും നടത്തി വീട്ടിൽ നിന്ന് മദ്യം പിടിച്ചെടുത്തുവെന്നും സൂചനയുണ്ട്. ഇന്ന് രാവിലെയാണ് അനധികൃതമായ ഒരു വീട്ടിൽ മദ്യം വിൽക്കുന്നു എന്ന വാർത്ത നിഖിൽ പ്രമേഷ് ബ്രേക്ക് ചെയ്ത് 24 വഴി. ഇപ്പോൾ എല്ലാം തീരുമാനമായി, കടയടച്ചു.